ഡു യു നോ വാട്ട് ഈസ് ഓൾട്ടർനേറ്റീവ് ക്ലോസിംഗ് മെത്തേഡ്? പേരിൽ തന്നെയുണ്ട് അതെന്താണെന്നുള്ളത്. ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ അതായത് നിങ്ങളൊരു കസ്റ്റമർ അടുത്ത് എൻക്വയറി വരുമ്പോൾ നിങ്ങൾ 2 ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മളൊരു പാക്കേജ് ആണ് അവർക്ക് കൊടുക്കുന്നതെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ച് അവർക്ക് ഒരു പ്രഷർ ചെയ്യാത്ത രീതിയിൽ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇത് 2-3 രീതിയിൽ ഈ ഓൾട്ടർനേറ്റീവ് ക്ലോസിംഗ് മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം, പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് എന്ന് പറയുന്നത്, നിങ്ങളൊരു പാക്കേജ് കൊടുക്കുമ്പോൾ ഇപ്പോൾ തായ്ലാൻഡിനാണ് കസ്റ്റമർ ചോദിച്ചെങ്കിൽ 3 night 4 days ഉള്ളൊരു പാക്കേജും 4 night 5 days ഉള്ളൊരു പാക്കേജും കസ്റ്റമറിന് അയച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിന് ആ കസ്റ്റമർക്ക് പ്രഷർ ഇല്ലാതെ ആളുടെ ബഡ്ജറ്റിൻ്റെ കൺസേൺ നോക്കിയിട്ടോ അല്ലെങ്കിൽ ആ രീതിയിൽ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് ഫിക്സ് ചെയ്യാൻ പറ്റും. മറ്റൊരു ഓപ്ഷനാണ് സ്റ്റാൻഡേർഡ് പാക്കേജോ അല്ലെങ്കിൽ പ്രീമിയം പാക്കേജോ. ഇപ്പോൾ എല്ലാ വരുന്ന കസ്റ്റമേഴ്സും ലോ ബഡ്ജറ്റ് ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സ് അല്ല. എല്ലാ കസ്റ്റമേഴ്സും പ്രീമിയം പാക്കേജും കോസ്റ്റ്ലി ആയിട്ടുള്ള പാക്കേജസും എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരല്ല. സോ നമ്മളൊരു 2-3 രീതിയിൽ സ്റ്റാൻഡേർഡ്, ഡീലക്സ്, പ്രീമിയം അങ്ങനെ ഒരു പ്രൈസ് കോട്ടിങ്ങിൽ നിങ്ങൾ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ഈ പാക്കേജിൻ്റെ നമ്പർ ഓഫ് ഡേയ്സ് കുറച്ചാലും ആ ഒരു രീതിയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ആ രീതിയിലാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നതെങ്കിൽ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് കസ്റ്റമർക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കസ്റ്റമറെ സംബന്ധിച്ചിട്ട് അതൊരു പ്രഷർ ഇല്ലാത്ത രീതിയിൽ ആൾക്ക് റിലാക്സ് ആയിട്ട് ഏതെങ്കിലും ഒരു പാക്കേജ് പിക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ എല്ലാ കസ്റ്റമറുടെ അടുത്തും പ്രപ്പോസൽ അയക്കുമ്പോൾ യൂസ് ചെയ്യാൻ നോക്കുക. വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ സൈഡിൽ. ഓൾ ദ ബെസ്റ്റ്.